Q Developers ഉപ്പും മുളകും. മാമ എന്തരടാ എത്തി വരുന്നൊക്കെ നോക്കണത്? മാമ ഇവിടെ ഉള്ള ആരും അവിടെ ഇല്ലേ? ഒന്നും ഞാൻ കാണാനില്ല. ഓ, അവരിറങ്ങി മുറ്റത്ത് ഇരിക്കുന്നു. മാമ പറഞ്ഞ വഴിയാ? ഞാൻ ഇതുവഴി തന്നെ പോയി വരികയും ചെയ്യണത്. മറ്റേ കക്ഷി വന്നില്ലേ? കച്ചിയാ? ഏത് കച്ചി? മോള്. എടാ, അതിന് എന്റെ മോള് വന്നില്ലേന്ന് ചോദിച്ചാ പോരെ? നീ കച്ചിന്ന് അവളെ കച്ചി ആക്കിയാ നീ? മോളെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി. എന്നാ ഞാൻ പോട്ടാ. പോയും പോ, നിനക്ക് അതാണ് നല്ലത്. മാമ എന്ത് മുഖത്തൊക്കെ വല്ലാത്തൊരു വാട്ട, വെള്ളോടിയെ കുറച്ചാ, ഒരു ചൈതന്യൊന്നുമില്ല. എന്റെ മോള് ഭയങ്കര കലിപ്പടേ. അവൾക്ക് വെള്ളമടിക്കുന്ന ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്വപ്പം ഒതുങ്ങി പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് കുറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ വൈകിട്ട് ഇവിടെ കാണോ? വൈകുന്നേരം പറ്റുമോ? നോക്കാം. ഒരു കാര്യം ചെയ്യ്, അകത്ത് ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറ, എന്നെ കണ്ടെന്ന് പറ, എന്നെ അവനെ വിളിക്കാൻ പറ. വൈകിട്ട് ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യ്, ബാ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ബാ. ഞാൻ ഇപ്പം അങ്ങോട്ടൊന്നും ശരിയാവില്ല. നിങ്ങൾ ചെല്ലി. ചെല്ലി. ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് വിളിക്കാം. അല്ലെങ്കിൽ നീ നിങ്ങൾ കാര്യം പറഞ്ഞ് വിളിപ്പിക്കും. ഞാൻ ഇപ്പം അവിടെ ഒന്ന് സംസാരിച്ചാലേ നിങ്ങൾ വന്നിറങ്ങിയുള്ളൂ. നമ്മൾ മൂന്നും കൂടെ പെറുപെറാ സംസാരിക്കും, അവർ ശ്രദ്ധിക്കും. മറ്റേ ചെറുക്കൻ പറഞ്ഞു. പോട്ടാ മാമ. വൈകുന്നേരം ഇവിടെ തന്നെ കാണുമല്ലേ? ഇവിടെയൊക്കെ തന്നെ കാണും. വരാം. പോട്ടാ. അപ്പൂപ്പ ബാസ്യങ്ങൾ എന്താ പറഞ്ഞു? എന്തോന്ന് പറയാ, അവൻ വന്ന കാര്യവും പോയ കാര്യവും. അവന്റെ കാര്യം വലിയ കഷ്ടത്തില്ലേ. ബാസ്യങ്ങൾ എന്ത് കഷ്ടം? അവൻ്റെയൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം തോന്നുന്നു. അവൻ്റെ കാര്യം, നമുക്ക് നമ്മളെ കാര്യം. നോക്ക് നോക്ക്, അവൻ്റെ കൂടെ 10 മിനിറ്റ് സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ ഉടനെ അവൻ എന്നെ വെള്ളമടിക്കാൻ വിളിക്കും. അവൻ കൊള്ളൂല, അവൻ്റെ കൂടെ സംസാരിക്കാനേ കൊള്ളൂല. മക്കൾ വാ, നമുക്ക് പാലുവിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാണ്ട്. വാ. കേശു ഇത് ആരാ വന്നിരിക്കണ നോക്കിയേ? അയ്യോ മക്കളെ കാച്ചു, മക്കള് വാ. അപ്പോൾ അവിടെ തുണി നനപ്പം വീട് കഴിവൊക്കെ നിൽക്കുന്നു മക്കളാ. ഭാര്യ ഇവിടെ പോയി? അച്ഛൻ കുറെ നേരം പുറത്തോട്ട് ജംഗ്ഷനിൽ വെച്ചൊന്നും കണ്ടില്ലേ? ഇല്ല. കാണാണ്ടിരുന്ന നന്നായി. ശങ്കരനോ? അതാരും ഭവാനിയാ. നീ എന്ന് വന്ന്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. നീലിവിടെ പോയി? അമ്മയ്ക്ക് ഓഫീസിൽ നല്ല തിരക്കാത്ര. അപ്പൊ ഇവിടുന്ന് രാവിലെ തന്നെ സുഷമേന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഓഫീസിൽ പോകും. ഇവിടെ ഈ ആഫീസ് നടന്ന് മരിക്കണെന്തിന്? അവക്ക് ജോലി കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. ബാലുവിന് വീട് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്ത്. അതവന് വേലയും കൂലിയൊന്നും ഇല്ലാത്തോണ്ട്. ചുമ്മാ അല്ല ബാലു പറയണത്. നിനക്ക് ശകല സൗകര്യം കിട്ടുകയാണെങ്കിൽ ഉടനെ നീ അവനെ കുറ്റം പറഞ്ഞു. അത് ശരിയാ, അതിന് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൂപ്പ, ശീലമായി പോയി. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ആരെയും കുറ്റപ്പെടുത്താറില്ല. ഭവാനി, കുറച്ച് തോറ്റു നിൽക്കുന്നവരെ കുറ്റം പറയാനും കല്ലെറിയാനും ഒരുപാട് ആൾക്കാർ കാണും. എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പഠിച്ചതാണ്. എനിക്ക് നല്ല കാലം വന്ന സമയത്ത് എൻ്റെ ചുറ്റാകെ എത്ര ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? കാര്യം സ്വപ്പം മോശമായപ്പം ഇവരെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി. മോശമായതല്ലോ, മോശമാക്കിയതല്ലേ. എല്ലാരും കുട്ടണ്ണനെ പോലെ വെട്ടികെട്ടും ചുട്ടി തിന്നണമെന്നൊന്നും ആയിരിക്കില്ലല്ലോ. കുട്ടണ്ണനെ നല്ല 1-ാം തരം കുടുംബക്കാരനാ. ഭവാനിയമ്മേ, എല്ലാരും കുടുംബക്കാരി തന്നെ. പക്ഷെ എല്ലാരും കുട്ടണ്ണനെ പോലെയോ ഭവാനിയെ പോലെ ആയിരിക്കാൻ പറ്റുമോ? എന്നാ ഈ ലോകം ഉണ്ടാ? അത് ശരിയാ. മധുരം മാത്രമാണോ അമ്മൂമ്മ രുചി? അതിനകത്ത് എരിയുണ്ട്, ഉപ്പുണ്ട്, മുളകുണ്ട്. പടവലത്തെ അപ്പൂപ്പും മധുരമാണെങ്കിൽ നമ്മുടെ ശങ്കര അപ്പൂപ്പും മുളക്. മുളകല്ലടാ, പുളിയാ, പുളി. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായേ? ഇല്ല. മൊത്തം വെള്ളമാണെന്ന്. നിന്റെ അമ്മൂമ്മക്ക് 24 മണിക്കൂറും വെള്ളത്തിന്റെ കാര്യം പറയാനേ ഉള്ളൂ. വ്യക്താക്കി കൊടുത്തു. മാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ് എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെ. വെള്ളം 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 എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. നിങ്ങൾ പോയി കുടിക്കാത്ത വെള്ളം എടുത്തുണ്ട്, വെള്ളം താഴ്ത്തി വയ്യ. പച്ചവെള്ളം തന്നെയാണോ ചോദിച്ചേ? മതി, പച്ചവെള്ളം തന്നെ ചോദിച്ചത്. മറ്റേ ഒഴിപ്പ വല്ലതും ഉണ്ടാ? ഇതൊരു ജമ്മോടെ ഇത്. ഒരു എല്ലാം ചൊറിഞ്ഞു ചുമ്മാ അല്ല വാല് പറഞ്ഞത്. ഈ മാവില്ലാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഭയങ്കരം തന്നെ. നീ എന്തൊരു മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൂപ്പിന് ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കും. കണ്ണ് കളിക്കൂലടാ. എന്തോന്ന് ഗെയിമാ? ഇപ്പൊ ഗെയിമൊക്കെ മൊബൈലായ. ശരീരളവിലുള്ള ഗെയിമൊന്നും ഇല്ലേടേ. അപ്പൂപ്പിന് ഗെയിം കളിക്കണം? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ മക്കളെ. അതിനിപ്പം ഞാൻ പഠിപ്പിച്ചു തരാല. സിമ്പിളാണ്, നോക്ക്. വേണ്ട,
ഇങ്ങനെ ഇവിടുന്ന് റൈറ്റിലോട്ടാക്കി അമർത്തിയണ്ട ആള് പടിയായി. ഇതിന്റെ പേരെന്തേലും ഗോഡ് ഓഫ് വാർ. ബായി വരണമല്ലേ പേരുണ്ടെങ്കിൽ പറയണം. ശങ്കരൻ ഇവന്റെ കൂടെ കളിക്കാനിരിക്കുക. നിങ്ങൾ കുടുംബത്തോടെ കുട്ടിക്കളിയുടെ ആൾക്കാരാണല്ലേ? നമ്മൾ കുട്ടിക്കളിക്കാരായതുകൊണ്ട് കാര്യത്തിലൊന്നും നമ്മൾ കാര്യത്തിലെടുക്കൂല. ആ എന്താ ശങ്കരൻ അങ്ങനെ പറഞ്ഞത്? എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ. ഭവാനി അമ്മയ്ക്ക് അങ്ങനെ തോന്നിയാണെങ്കിൽ അത് തന്നെ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വീഴ്ചയുണ്ട്, അത് ഉടനെ പരിഹരിക്കും. അത് പരിഹരിക്കേണ്ട സമയം ചെന്നേ കഴിഞ്ഞു. ഭവാനി പറഞ്ഞ പോലെ അവ ഇപ്പം കുട്ടിക്കളിയും കളിച്ചു നടക്കണമുണ്ട്. ഒന്നും നിങ്ങൾ അറിയുന്നില്ല. എൻ്റെ മരുമോനെ പോലെ ഒരുത്തനാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വിവരമാണ്. കുറേ സ്വർണം കൊടുത്തു, അതിനെ വിറ്റ് തുലച്ചു. കുറേ കാശ് തുലച്ചു. 10 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തു, അതിനെയും തുളച്ചു പുട്ടടിച്ചു. ഇപ്പം ദാണ്ട് നമ്മളെ മുമ്പ് കയ്യിൽ വീട്ടിൽ നടക്കണവൻ. വേറെ ആരെങ്കിലും പറ്റി അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റൂ. എന്നാ പിന്നെ ഉള്ളതിന്റെ വില മനസ്സിലാക്കി അവന്റെ അച്ഛനും അമ്മയും അവന് കൊടുക്കാനുള്ള അങ്ങ് എഴുതി കൊടുക്കാത്ത എന്താ? ഭവാനിക്ക് അതിന്റെ കാര്യം തിരക്കാനാണ് തിരുതി. എന്റെ പൊന്നെ രണ്ടുപേരും നിർത്തണ്ട, ഇത് കേട്ടായിട്ട് ബോറടിക്കുന്നു. അതെ, ഞാൻ ആർക്കൊന്നും എഴുതി കൊടുക്കാൻ വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, തീർന്നില്ലേ? എടാ, നീ കൊച്ചി ഇറങ്ങനായിട്ട് നിനക്ക് ഇതിന്റെ കാര്യവിവരങ്ങളൊന്നും നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ പ്രായം ഇതായതുകൊണ്ടാണ് നീ പറഞ്ഞത്. പണ്ട് നിന്റെ അച്ഛന് ഇതേപോലെ പറഞ്ഞുകൊണ്ട് നടന്നു തന്നെ. ഇപ്പം ഇതാ കണ്ണീര് വലിച്ചെറിയുന്ന കണ്ട. പക്ഷെ ഞാൻ ഇതൊന്നും പറയാൻ വലിയ ആളൊന്നുമല്ല. നമ്മൾ തമ്മിലുള്ള ഇരിപ്പോഷം മറ്റു പറഞ്ഞുപോയി. ഞാൻ ഇനി ഒന്നുമേ പറയൂലേ. ശങ്കരൻ പറഞ്ഞു കൊഴുപ്പിച്ചാണല്ലോ പോയത്. അപ്പം പറഞ്ഞാലും കാര്യമില്ലേ? ഞാൻ പറഞ്ഞ കാര്യമില്ലേ? അത് ഞാൻ കേട്ടൊന്നുമില്ല. അതെ, പറയാനുള്ള പറയുമ്പോ ആരും കേൾക്കത്തില്ല. ഈ വീട്ടിലുള്ള എല്ലാത്തിന്റെയും കുഴപ്പം അത് തന്നെയാ. എന്തെങ്കിലും പറഞ്ഞ ഓർമ്മ കേട്ടില്ല എന്നങ്ങ് പറഞ്ഞേക്കും. ആഹാ, ശങ്കരൻ ഇവിടെ വന്നിരിക്ക. ഞാൻ പെരക്കാത്തെല്ലാം നോക്കി. ഇവിടെ ഇരുന്നപ്പോ നല്ല കാറ്റ്. പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് കാറ്റും കൊണ്ടിരിക്കല്ലേ. അയ്യോ ഭവാനി, അത് കളഞ്ഞില്ലേ? ഞാൻ എപ്പോഴേ കളഞ്ഞ്. അങ്ങനെ കളയാൻ പറ്റിയ വർത്താനൊന്നും അല്ലല്ലോ ശങ്കരൻ പറഞ്ഞത്. അതാണ്ട് ബാലുവായിരുന്നു. ബാലുവായി ശങ്കരനാ, നിങ്ങളെപ്പോ വന്നു? ഞാൻ കുറെ നേരം ആയിടാ. അണ്ണ ദൈവത്തിനാണ് നിങ്ങളെ ഇന്നലെ ആലോചിച്ചേ ഉള്ളൂ. നിങ്ങൾ കള്ളം പറഞ്ഞത്. അണ്ണ രമ വന്നില്ലേ? ഇല്ലടാ, അവള് വന്നില്ല. ജംഗ്ഷനില് ചെറിയൊരു പണിയുണ്ടായിരുന്നു മക്കളെ. കാര്യമായിട്ട് നടന്നില്ല, ചെറുതായിട്ട് നടഞ്ഞു. ഭയങ്കര ക്ഷീണമാണ്, ദേഹം ഭയങ്കര വേദന. ഭവാനി, നീ അവന് ഒരു കട്ടൻ ചായ ഇട്ടോട്. കട്ടൻ ചായ. കട്ടൻ? കട്ടായി. മാമി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടതില്ല, വേണമെങ്കിൽ ഇട്ട് തരാം. എനിക്കും കൂടെ ഒരു ഗ്ലാസ് എടുക്കും. ഓ ശരി ശരി. ഈ ചെറുക്കൻ എന്താണ് ആ സമയത്തൊക്കെ ചായ കുടിക്കുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു ശീലം. മകളെ, നിങ്ങൾ എന്തിനാ അമ്മമ്മക്ക് ചെന്ന് സഹായിച്ചു കുടിക്കേ? പോയി കട്ടൻ ചായ ഇടാനായിട്ട് എന്തിനാ ഇത്ര സഹായം? അപ്പൊ പറഞ്ഞു കേട്ടില്ലേ? പടി. പിന്നെ അച്ഛാ, അപ്പൂപ്പ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒന്നാമതേ നിങ്ങള് കള്ളു കുടിക്കുമെന്ന് എനിക്കറിയാം. അമ്മൂമ്മ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പറയ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം ഓർത്തത്. ബാസിയെ കണ്ട് ഞാൻ. ആര്? എപ്പോഴും ഞാൻ വന്നപ്പോ അപ്പം പറയില്ലേ വൈകുന്നേരം കൂടാ. നമുക്കൊന്ന് കൂടാല്ലേ? ഒരുപാട് ദിവസമായിട്ട് ശരീരം മൊത്തം വേദന. ശരിയാവില്ല, ബെസ്റ്റ് സാധനമാണ് ഇവിടെ ഉള്ളത്. അവരുണ്ടാകുമ്പോൾ ശരിയാവില്ല, ആകപ്പാട് അലങ്കോലാവും. നിങ്ങൾ അതിന് കണ്ണടിച്ച് കാണിച്ചത്? നിന്റെ അമ്മാവി ഞാനോട് ചെറുതായിട്ടൊന്ന് ഒരത്തി. എന്തിന് നോക്ക്, അവര് ചൊറിഞ്ഞോണ്ട് എന്റെ അടുത്ത് കുറെ ഡയലോഗ് അടിക്കാൻ വസ്തുന്റെ അത് ഞാൻ വേറൊരു ശൈലിയിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. അവർ ഇങ്ങോട്ട് കയറി അത് പൊടയ്ക്കാൻ വീണ്ടും ചോദിക്കാൻ വന്നപ്പോൾ നിന്റെ വരക്ക വസ്തുവിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്താ അങ്ങോട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല, ആ ചൈസ് ഇവിടെ എടുക്കണില്ല. എഴുതി കൊടുത്തേ പറ്റൂന്ന് പറയാ. സംശയം എന്താ വന്ന വിടരുത് അണ്ണ. അവര് ഒരു വാക്ക് പറഞ്ഞ 9 അങ്ങോട്ട് പറഞ്ഞു. ശരം കണക്ക് കഴിയണം. അത് വേണോടെ? വേണമെന്നാ നിങ്ങൾ ചുമ്മാ പിന്നെ പറഞ്ഞോന്ന്. അത് വന്നല്ലേ വിടൂല. നിങ്ങളെ കൊണ്ട് ഇപ്പഴൊക്കെ ഉപകാരം ഉണ്ടായി. പിന്നെ ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒക്കൂലേ? കൊടുക്കരുത്. അവരെ കൈ ഇരിക്കണം, വാങ്ങിച്ചോണം. അവരെവിടെ ഉണ്ടോ നോക്കാം. നീ എന്നെ ഇതിനകത്ത് കുരം കളിപ്പിക്കല്ലേ? അതൊക്കെ പറയണ. ഞാൻ നിങ്ങളെന്തിന് കുരം കളിപ്പിക്കണേ? അണ്ണാ നിങ്ങൾ എനിക്ക് ആരാണ്? പറ. എൻ്റെ അണ്ണനാണ്,
എൻ്റെ മൂത്ത സഹോദരൻ രാജേന്ദ്രൻ്റെ സമമാണ് നിങ്ങൾ. അതേ അധികാരവും സ്ഥാനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്നെ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാം? സ്ഥാനേ ഉള്ളൂ, മാനമില്ല. ആ അങ്ങനെയില്ല ആ ദാ ശങ്കരന് പഞ്ചസാര കുഴപ്പമില്ലല്ലോ. പഞ്ചാര ഇതൊരിക്കും എന്നെ ചതിച്ചിട്ടില്ല. ശങ്കരനെ അല്ലെങ്കിലും ആർക്കും ചതിക്കാൻ പറ്റത്തില്ല. ശങ്കരൻ ആരാ ആള്? എന്താ ചിരിക്കുന്നേ? നിങ്ങളിപ്പോൾ എന്തോന്ന് പറഞ്ഞു? ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ വേറെ എന്തോ കാര്യം ആലോചിച്ച് ചിരിച്ചത്. ഓ, നിന്റെ ശങ്കരണ്ണനെ നിനക്ക് വേണ്ടി കുറച്ച് വാദങ്ങളൊക്കെ എൻ്റെ അടുത്ത് നടത്തി. വാദം? ആ വാദം നിന്നോടൊന്നും പറഞ്ഞില്ലേ? എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞില്ലേ പിന്നീട് പറയും. എന്തോ വാദം? നിങ്ങൾ ആരെങ്കിലും അച്ഛാ, അച്ഛൻ്റെ അമ്മേന്റെ പേരിൽ ആരും സ്വത്തുക്കളൊന്നും ഇതുവരെയായിട്ട് എഴുതി വെച്ചില്ലല്ലോ. അപ്പൊ അതിന്റെ പരിഭവം അമ്മൂമ്മയുടെ അടുത്ത് പറയായിരുന്നു. ഇതാണോ ഇത്ര ഉള്ള? എനിക്ക് വയ്യ. കണ്ടോ, അവന് പ്രശ്നമൊന്നുമില്ല. പിന്നെ പറയുമ്പോ അങ്ങ് പറയല്ലടാ മോനെ. കിട്ടാതിനെ പറ്റി ജനപ്പെട്ടിന്റെ കഥയൊന്നുമില്ല. പിന്നെ ശങ്കരൻ എന്താ അങ്ങനെ പറയുന്നത്? ഇവർക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ കൊടുക്കും, കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് പ്രശ്നം. കൊടുക്കാന്ന് പറയല്ലേ, കൊടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ തരില്ല. തീർന്നല്ലോ സംഭവം. അണ്ണാ, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. നമ്മളെന്ത് ചാവുമ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പോകും. ഈ ചർച്ച വേണ്ട, ഇത് വേണ്ട, ഈ ചർച്ച വേണ്ട. ഞാനൊന്നും പറയാൻ ആളൊന്നും അല്ലേ. പക്ഷെ പിന്നെ ഒരു കാര്യം, ഈ വസ്തുക്കൾ ഇപ്പം ഭാഗം വെച്ച് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം നീനും സഹോദരങ്ങളും തമ്മിൽ അടിക്കേണ്ടത് ഞങ്ങൾ കാണേണ്ടി വരും. നിങ്ങൾ എന്തോന്ന് സംസാരമാണോ സംസാരിക്കുന്നത്? നിങ്ങളെ കാലശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുക മാമി പാവു വന്നാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയില്ല, അത് മാമിക്ക് വിഷമം വരും. അതല്ല നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലിലൂടെ ഒരു ബന്ധങ്ങൾ അറ്റുപോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിൽ മാമനെ ഞാൻ എൻ്റെ അച്ഛനമ്മയെ പോലെ നോക്കുള്ളൂ. അതിനാർക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. ചുമ്മാ ആവശ്യമില്ല. കാലശേഷം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിരഞ്ജീവിയാ, അതൊന്നും പറയാം. അങ്ങനെയൊന്നും പറയാൻ അല്ലേ? എടാ, നിനക്ക് എന്തെങ്കിലും തരുന്നതിൽ എനിക്ക് മാമന് ഇഷ്ടമല്ല. നിന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് അങ്ങ് എഴുതി കൊടു. ഇങ്ങനെ കഷ്ടപ്പെടുത്തണം എന്തിന്? എന്റെ പൊന്നമ്മൂമ്മ, ഇനിയെങ്കിലും സ്ഥലത്തിന് ഒരു തീരുമാനം ഉണ്ട്. എടാ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിന്റെ അപ്പൂപ്പനാടാ സമ്മതിക്കാത്തത്? കാട്ടിക്കളാ പോടാ. അല്ല, ഞങ്ങൾ അറിഞ്ഞതേ ഭവാനിയാണ് സമ്മതിക്കാത്തത്. എന്റെ ശങ്കര, ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഞങ്ങൾ കൊടുത്തു, അത് തന്നെ ധാരാളം. അത് തന്നെ കൂടിപ്പോയത് കുറെ തെണ്ടുകൾ പറഞ്ഞു വരച്ചുകൊണ്ട് കിടന്നു അല്ലേ അവരെ ബന്ധുക്കള് കൂടെ പോയണ്ണ. നീ ഇവരെ മുമ്പ് എന്നെ കൊച്ചാക്കല്ലേ കേട്ടാ. എന്നറിയാം, വിശ്വസിക്കുക. നമ്മൾ തമ്മിൽ ചേർന്നുണ്ട കളി എന്താ വിചാരിക്കുന്നു? ഞാൻ പോണോ? പോണോ? ബലിക്ക് പറഞ്ഞിരിക്കുകയാണ്. വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെ ഇങ്ങനെ ഓടിക്കിടന്നാലും എങ്ങനെയാണ്? തിരുവട്ടാർ കുടുംബക്കാർ പറഞ്ഞതാണ് ഇടിച്ചേറി നിൽക്കും. ഞങ്ങൾ ചോനർത്തലക്കാരെ ആരുടെ നാക്ക് പേടിച്ച് ഓടാറില്ല. അത് നല്ല കുടുംബക്കാരാണ്. പക്ഷേ ഞാൻ ശ്രീധനത്തിൻ്റെ കാര്യമൊന്നും സംസാരിക്കാനല്ല വന്നത്. ശ്രീധനം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ശങ്കരന് തങ്കത്തിന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ സ്വത്ത് കിട്ടിയില്ലേ? അത് അവൾ ചോദിച്ചു വാങ്ങിച്ചൊന്നും അല്ലല്ലേ, അവൾക്ക് അറിഞ്ഞു കൊടുത്തതല്ലേ. അതൊക്കെ പോയില്ലേ? മണ്ണിനെയും പെണ്ണിനെയും അടുത്തറിഞ്ഞവർ പോയ വഴി അറിയില്ലെന്നാണ് പറയുന്നത്. പിന്നെ ബാലു അറിയിച്ചാണ് കൊടുത്തെന്ന് പറഞ്ഞത് തെറ്റ്. അവന് ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടും. ബാലുവിൻ്റെ അച്ഛൻ ജമ്മിയാണ്, അപ്പൂപ്പൻ രാജാവാണ്, രാജാവ്. ശങ്കര, അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് കരുതി മോന്റെ ചന്തിക്ക് തഴമ്പൊന്നും വരില്ല. മോൻ ആനപ്പുറത്ത് കയറിയില്ലല്ലേ? അതെ, നിങ്ങൾ ഈ രണ്ടുപേരും കൂടെ പരസ്പരം പറയണതില്ലേ, എനിക്കാണ് കൊള്ളണത്. എനിക്ക് അണ്ണനും വേണം, മാവും വേണം. രണ്ട് കുടുംബം എനിക്ക് വേണ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ആരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. പിന്നെ കിട്ടേണ്ടത് കിട്ടും. വിധി ഉണ്ടെങ്കിൽ അത് ദൈവം വിചാരിക്കണം. ആണോ ഒരുമാതിരി കലവല പറയാൻ ഇറങ്ങി പോകുന്നത്? ഡേയ്, ഇതൊക്കെ നിനക്ക് വിധിച്ചതാണ്. ഇതൊക്കെ ഇവർ കെട്ടിപ്പിടിച്ചിട്ട് വലിയ കഥയുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി പറയേണ്ട ഒരു വായിച്ചുമില്ല. ഞാൻ പോണടേ. ശങ്കരൻ കുറെ നേരം കൊണ്ട് ഇത് പറയുന്നല്ലോ. പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യും. എന്നിട്ട് ചോയ്സ് ഇല്ലെന്ന് വേറും. ഞാൻ പോണടേ. അണ്ണാ, എവിടെ പോണു? അല്ല പിന്നെ എന്ത്? മാമി ഒന്നും മനസ്സിൽ വെച്ചോട്ട് പറയല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിടത്തും പോകണ്ട. നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ള എല്ലാ വയസ്സും ഉണ്ട്. എന്ത് ഉണ്ട്? നീ പോടെ. നമ്മൾ എന്തൊരു പന്നി അറിയ പോലെ ബന്ധവും സ്വന്തവും നമ്മൾ നോക്കാതെ നമ്മൾ ഉള്ള കാര്യത്തിനെ പറയും. അത് ഭവാനിക്ക് പിടിക്കൂല. ഞാൻ എന്തിന് നിനക്ക് വേണ്ടി ഇവിടെ കിടന്ന് മോശക്കാരനാണത്. ഞാൻ പോണം. നിങ്ങൾ എന്തരാ ചെയ്യും? അങ്ങനെ വിട്ട പറ്റില്ല. നീ മാറണം അങ്ങോട്ട്. എന്തൊക്കെയാ പറഞ്ഞിട്ട് പോകുന്നത്? എന്താ പറഞ്ഞത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലബലാന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. ഞാൻ ഒരു വക പറഞ്ഞില്ല. നിങ്ങളെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യും. ചുമ്മാ ആവശ്യമില്ലാതെ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നങ്ങ് പറയുകയും ചെയ്യും. കാര്യം
പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇത് എവിടെ പോകുന്നു? ഇതാ പോണു. ഓടി ഓടി ഓടി. ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി ഒളിച്ചു? സംസാരമുള്ളൂ, ധൈര്യമൊന്നുമില്ല. അമ്മൂമ്മ ചിലപ്പോ ആ വഴി കറങ്ങി അച്ഛന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അച്ഛന്റെ മുറിയില. എടാ ബാല, ശങ്കരണ്ണൻ ഇങ്ങോട്ട് വന്നോ? വന്നോ? ഞങ്ങള് ചോനര തലക്കാര പിന്നെ പോയോ? എപ്പോഴെങ്കിലും വരും, എനിക്കറിയാം. എല്ലാം കൂടെ എന്നോട്ട് കുരങ്ങ് കളിപ്പിക്കാണല്ലേ? ഇത് ഏത് വഴിയാ വന്നേ? ശങ്കരയോഗികൾ അപ്രത്യക്ഷമായി കളിക്കുക. ശങ്കരയോഗി കൈലാസത്തെയും കാണും, പരിധിയുള്ള മനസ്സിലുള്ളത് കാണും. തത്വം പറഞ്ഞു ഉരുളണ്ട ശങ്കര. കൊളത്തറ കുടുംബത്തിനേക്കാൾ മുകളിലല്ലെങ്കിലും ഒപ്പത്തിനൊപ്പം നിൽക്കും പടവലം വീട്ടുകാര്. അങ്ങനെ യോഗ്യതയുള്ള കുടുംബത്തിലാണ് ഇവൻ വന്ന് കയറിയത്. മാമ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലേ. മാമി ഒരു കാര്യം ചെയ്യണം, അവിടെ ഇരിക്കണം. ഈ പരസ്പരം വഴക്കടിക്കാതെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇരിക്കണം. ഭവാനി, നിനക്ക് ഒന്നാമത് മുട്ടുവേനല്ലേ? നീ കുളക്കോഴി ഓടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആരോടും പോലെ കുളക്കോഴി. അവിടെ ഇരി ഭവാനി, ഇരി. ഇനി പറ. എല്ലാരും കൂടെ എന്തിനാ എന്നെ ഇരുത്തുന്നത്? നീ കാര്യം പറ. ഞാനാണോ കാര്യം പറയാം? ഇനി ഇരുത്തിയിട്ട് കാര്യം എന്നോട് പറയാനാ? ശങ്കരനും എല്ലാം പറയാനുണ്ടെങ്കിൽ പറ. ഈ വസ്തുക്കളെ ഈ കൈവശം വയ്ക്കാതെ ആ പിള്ളേർക്ക് എഴുതി കൊടുത്തൂടെ? വസ്തുക്കളെ കൈവശം വച്ചിരുന്ന് അങ്ങ് രുചി പിടിച്ചു അല്ലേ? കുളിക്കാൻ ഒരു പ്രയാസം അല്ലേ? ശങ്കരനെ ഒരുപാട് വസ്തുക്കളില്ലായിരുന്നോ? എല്ലാം എഴുതി വിറ്റ് തൊലച്ചില്ലേ? അതിന്റെ പണവും തൊലച്ചു കളഞ്ഞില്ലേ? അതുപോലെ ഇവന്റെ അച്ഛന് കുറച്ച് വസ്തുക്കൾ അതും വിറ്റ് തൊലച്ചു. ഇവന് വസ്തു ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ വിൽക്കുന്നില്ല. ഇവൻ നിങ്ങളൊക്കെ വിറ്റ് തൊലയ്ക്കുന്ന പാരമ്പര്യമുള്ള കുടുംബക്കാരായതുകൊണ്ടേ ഇവന് വസ്തുക്കൾ തൽക്കാലം എഴുതി കൊടുക്കുന്നില്ല. നിനക്ക് വന്നാലും നീ തൊലച്ചു കളയത്തില്ലേ? അത് തൊലയ്ക്കോ ഇല്ലേ എന്നുള്ളത് നിനക്കെങ്ങനെ അറിയാം? നീ എഴുതി കൊടുത്ത് നോക്ക്. ഓ, എനിക്കിവിടെ കിടന്ന് വഴക്ക് കൂടാനൊന്നും വയ്യ. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ശരീരവും വല്ലാതെ വരുന്നു. മാർഗോച്ചേ, പണ്ടകളെ എഴുതി തരൂല. ചെല്ലി അവരെ കിടത്തി ഉറക്കരുത്. ചെല്ലി പോ 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 വാടാ. ഭവാനിയേ, ഞാൻ വിറ്റ് തൊലച്ചെങ്കിലേ അത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ വെട്ടിപ്പിടിച്ചതൊന്നുമല്ല. പക്ഷേ ഈ വെട്ടിപ്പിടിച്ച വസ്തുക്കളുണ്ടല്ലേ, ഈ പിള്ളേർക്ക് പോലും ഓരിക്കില്ല. അണ്ണാ, നിങ്ങൾ എന്തോന്ന് പറയണത്? പടവലക്കാർ വസ്തുവൊക്കെ വെട്ടിപ്പിടിച്ചാണെന്ന് വിചാരിച്ചേക്കണത്. നിങ്ങൾ ആലോചിച്ചിട്ട് പറയല്ലേ, മാമിക്ക് ദേഷ്യം വരും കേട്ടാ. ശങ്കര, നീ നിന്റെ നാക്കിനൊരു ലൈസൻസ് എടുത്തു. ഞാൻ പോണേ. നിങ്ങൾ പടങ്ങി പോകല്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കുക. എവിടെ പോണത്? പെണങ്ങി പോകുന്നെങ്കിൽ അങ്ങ് പോട്ടറാ. ഇവനെ ഈ വാചകം അടിക്കുന്ന ഇവൻ ആയകാലം മുഴുവൻ എവിടെ ആയിരുന്നു അറിയോ? പെണ്ണുമ്പള വീട്ടിലായിരുന്നു. ഇപ്പൊ ഇതാ വാടക വീട്ടിലും. അല്ലാന്ന് ശങ്കരൻ പറയട്ടെ, ഇതെല്ലാം ശങ്കരന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായതല്ലേ? അത് മാമി പറഞ്ഞ ശരിയാളെ പിടിപ്പുകേട് കൊണ്ട്. നീ എന്തിനു കാണിക്കുന്നത്? ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേറെതൊന്നും എൻ്റെ അടുത്ത് കാണിക്കല്ലേ? നീ കണ്ണടിച്ചൊന്നും കാണിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ പടവലത്തെ ഒരു തുണ്ട് ഭൂമിയോട് നിനക്ക് വരും തരൂല. ഓഹോ, ഈ വാഗ്വാദങ്ങളെല്ലാം സ്പോൺസർ ചെയ്ത് എന്റെ മരുമോനാണല്ലേ? അത് കൊള്ളാലോടാ. നീ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണം. നോക്ക് ഇങ്ങോട്ട് വാ, ഞാൻ സത്യം ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, നീ എന്റെ തലയിലൊന്നും തൊടണ്ട. എന്റെ പൊന്നെ, എന്റെ തലയും കൂടെ പൊട്ടിത്തെറിക്കാനോ? എന്റെ പൊന്നു മോനെ, നീ എന്റെ തലയിൽ തൊടണ്ട. മക്കളെ കേശു, ആ തലയും ചെറാ. സാധിക്കില്ലേ? എന്റെ തലയ്ക്ക് ഒഴിവില്ല അച്ഛാ. എന്റെ തലയ്ക്ക് ഒഴിവില്ല. നടക്കില്ല. വേണ്ട, എനിക്ക് എന്റെ തല ഉണ്ടല്ലേ. ഞാനാണ് സത്യം, പാലുവാണ് സത്യം. എന്തോന്ന് സത്യം? സത്യമായിട്ട് ആരും അറിയണ്ട. എന്തോന്നിന്റെ സത്യം? അത്രേ ഉള്ളൂ. ഭവാനിയമ്മേ, ഞാൻ ഒരു സത്യം പറയാം. ഇവന്റെ പേരിൽ ഈ വസ്തുക്കളും എഴുതി വെക്കല്ലേ കേട്ടാ. ഉറപ്പായിട്ട് ഇവൻ വിൽക്കും. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് വസ്തുക്കളൊന്നും പാടില്ല. എന്നാ പറഞ്ഞ കിളവാ, ഞാൻ ആക്ക് പാല് കൊടുത്താലും എന്നെ തിരിഞ്ഞു കൊത്തും. ഇയാളെന്തോന്ന് പറഞ്ഞത്? അവിടുത്തെ ചൂട്ട് കെട്ടി ഇറങ്ങാനത്ത് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ഇയാളെന്തോന്ന് പറഞ്ഞത്? വസ്തുക്കളെല്ലാം വാങ്ങിച്ചു തരാടാ, അങ്ങ് തെക്കേ പാടത്തും അങ്ങ് അറ്റത്ത് എനിക്ക് ചാവാൻ നേരത്ത് 2 സെന്റ് സ്ഥലമാണെന്നല്ലേ ഇയാൾ പറഞ്ഞത്. എനിക്ക് കയറി കിടക്കാൻ കൂരയില്ല. നീ വിളിച്ചു വരുത്തിയതായിരുന്നോ? ഇല്ല, ഇനിയല്ല പറഞ്ഞത്. കയറി കിടക്കാൻ കൂരയില്ല. അത് ചെറിയൊരു വീടെങ്കിലും വെക്കണമെന്ന്. ഞാക്ക് ഞാൻ മരത്തിന്റെ മുകളിൽ വേറെ പാടാൻ പറ്റും. അവിടെ കയറി താമസിച്ചു. നല്ലത് വല്ലതും ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുമ്പോ നീ ഇടയ്ക്ക് കൂടെ എന്നെ കുത്തക്കോല്ല ജോലി. ഒത്തു കളിക്കായിരുന്നല്ലേ? നിനക്ക് എഴുതി തരാം, വസ്തു എഴുതി തരാം കേട്ടാ. നീ വന്നേരെ. ഇനി ഈ ജന്മത്തെ അടുത്ത ജന്മത്തും കിട്ടും തോന്നുള്ള വസ്തു എന്ത് ചെയ്താലും പൊട്ടി പാളിഷായി പോകും.